പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ പിതാവേ, നിന്റെ തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ ധ്യാനത്തിൽ നിന്റെ ദാസനായ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഇഹലോക ജീവിത പോരാട്ടങ്ങളോടുള്ള ശരിയായ അർത്ഥം തമ്പുരാനെ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യമാണ്. ഈ തിരുവചന ഭാഗം ഇപ്രകാരമാണ്: നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ആമേൻ. യാക്കോബിൽ നിന്ന് ഇസ്രായേൽ, പോരാട്ടത്തിലൂടെ അനുഗ്രഹത്തിലേക്ക്. നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. യാക്കോബ് അവനൊരു സാധാരണ മനുഷ്യൻ, പക്ഷെങ്കിൽ അവന്റെ ജീവിതം ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. ജനനം മുതൽ തന്നെ അവൻ പോരാട്ടത്തിലാണ്. സഹോദരന്മാരോട് മത്സരിച്ചു, പിതാവിനെ വഞ്ചിച്ചു, ജീവിതത്തിൽ പേടിയും കുറ്റബോധവും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിലും ഇന്ന് അതുപോലെയൊക്കെ തന്നെയല്ലേ? നമ്മളും പലപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നു, തെറ്റുകൾ ചെയ്യുന്നു, രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. പക്ഷെങ്കിലും ദൈവം നമ്മെ വിട്ടുകളയുന്നില്ല. യാക്കോബ് ദൈവത്തോട് മത്സരിക്കുകയാണ്. യാബോക്ക് കടവിൽ വെച്ച് ആ നദിക്കരയിൽ അവൻ മൽപിടുത്തം നടത്തുകയാണ്. യാക്കോബ് ഒറ്റയ്ക്കായി. രാത്രിയുടെ കുറ്റാക്കൂരിരുട്ടിൽ യാക്കോബ് ഒറ്റയ്ക്കായി. ചുറ്റിലും അന്ധകാരം, കൂരിരുട്ട്. അതിൻ്റെ മറവിൽ അവൻ ദൈവത്തോടൊപ്പം മല്ലുപിടിക്കുന്നു. ഇതൊരു സാധാരണ പോരാട്ടമല്ല, ഇതൊരാത്മീയ പോരാട്ടമാണ്. അവൻ വിട്ടുകൊടുക്കുന്നില്ല. അവൻ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു അനുഗ്രഹത്തിനായി. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിൻ്റെ പരമാവധി. വിശ്വാസത്തിൻ്റെ ഏറ്റവും മൂർധന്യ ഭാവം അവനിലുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന ചിലപ്പോൾ ഒരു പോരാട്ടമാണ്. അതൊരു പോരാട്ടമാണ്. ദൈവം നിശബ്ദനായിരിക്കും, എന്നാൽ ആ നിശബ്ദതയിൽ തന്നെ അനുഗ്രഹമുണ്ടാകും. ഒരു വേദനയിലൂടെ ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന് മുമ്പ് തന്നെ അവനൊരു വേദനയുടെ അനുഭവം അവനിലുണ്ടാകുന്നു. എന്തുകൊണ്ട്? കാരണം പലപ്പോഴും എന്റെയും നിന്റെയും യാക്കോബിന്റെയും അഭിമാനം തകർന്നില്ലെങ്കിൽ അവിടെ അനുഗ്രഹത്തിന്റെ ഒരു അനുഭവം വരികയില്ല. നമ്മുടെ ശക്തി തകരുമ്പോൾ ദൈവിക ശക്തിയും സമാധാനവും അവിടെ പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യാക്കോബ് ഇനിയും നടക്കുമ്പോൾ അവൻ ലംഘിക്കുന്നു. കാരണം അവന്റെ ബലഹീനത. ഒരുപക്ഷെ അവനൊരു മുടന്തനെ പോലെയോ അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനെ പോലെയോ ആയേക്കാം. എന്നാൽ അതൊരു ബലഹീനതയല്ല. അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ വേദനയുടെ അനുഭവം അത് ദൈവത്തിൻ്റെ സ്പർശനത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം സ്പർശിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ചില അവസ്ഥകൾക്ക് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. ഉയർന്ന നിലയിൽ നിന്ന് നാം ഭൂമിയോളം താഴ്ന്ന അനുഭവത്തിലേക്ക് പോയേക്കാം. മനസ്സിലാക്കുക, വിശ്വസിക്കുക, വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. ഇത് ദൈവിക സ്പർശനത്തിന്റെ അടയാളമാണ്. പ്രിയ ദൈവം, ഇത് ദൈവിക പദ്ധതിയുടെ അനുഭവമാണ്. എന്നാൽ ഇതിൽ നിന്നും നീ വിചാരിക്കുന്നതിലും നീ സ്വപ്നം കാണുന്നതിലും അതിനേക്കാൾ അപ്പുറം നിനക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറ തന്നെ ദൈവം നിനക്കായി തുറക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, യാക്കോബിന്റെ പേരിന്റെ മാറ്റം. യാക്കോബിൽ നിന്ന് ഇസ്രായേൽ ആവുകയാണ്.
യാക്കോബ് എന്നത് തന്നിലെ പഴയ മനുഷ്യൻ, തന്ത്രക്കാരൻ. എന്നാൽ ഇപ്പോൾ ദൈവിക സ്പർശനത്താൽ അവൻ ഇസ്രായേൽ, ദൈവത്തോടൊപ്പം പോരാടിയവൻ. ഇത് ഒരു പേരിന്റെ മാറ്റമല്ല, ഇതൊരു അടയാളത്തിന്റെ മാറ്റമാണ്. ദൈവം നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുന്നു, പുതിയ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നിങ്ങൾക്കും ഒരു പുതിയ പേരുണ്ട്, ദൈവത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആത്മീയ സംശയങ്ങൾ, ഇവയെല്ലാം യാബോക്ക് നദിക്കര തന്നെയാണ്. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്: നാം ഓടുമോ ആ യാബോക്ക് നദിയിലെ ഇരുട്ടിന്റെ ഭയത്തിൽ എന്ന പോലെ, അതോ ദൈവത്തോട് പിടിച്ചു നിൽക്കുമോ? ഇവിടെ യാക്കോബിന്റെ അനുഗ്രഹത്തിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? യാക്കോബ് ജയിച്ചതെങ്ങനെ? ശക്തിയാലല്ല, പിടിച്ചു നിൽപ്പിലൂടെ. പ്രാർത്ഥനയിൽ സ്ഥിരത, ദൈവത്തിൽ വിശ്വാസം. ദൈവം നമ്മെ പരീക്ഷിക്കുന്നു, പക്ഷേ ഉപേക്ഷിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്നെങ്കിലും പോരാട്ടത്തിലാണെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനമല്ല. ഇത് നിങ്ങളുടെ ഇസ്രായേൽ ആകുവാനുള്ള ഒരു തുടക്കമാണ്. ദൈവം നിങ്ങളെ മാറ്റും, ഒരു പുതിയ പേരിൽ വിളിക്കും, അനുഗ്രഹിക്കും. പിടിച്ചു നിൽക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളിലും നിന്നെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ. ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, യാക്കോബിനെ പോലെ അനുഗ്രഹം ലഭിപ്പാൻ ഞങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ ധ്യാനം ഞങ്ങളെ അതിലേക്ക് നയിക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.